ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കുമ്പളപ്പമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴവും ചെറുപയർ മുളപ്പിച്ച് വേവിച്ചതും. അതിനായിട്ട് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. മധുരത്തിനായി ഞാൻ 2 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അടുത്തതായി ഒരു പാൻ വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വറുത്ത് കോരിയെടുക്കുക. അതിനുശേഷം ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് നന്നായിട്ട് വഴറ്റി അത് നന്നായിട്ട് വേവണ വരെ അത് ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ, ഏലക്കപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് കുറുക്കി നമുക്ക് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിനായി റവയും എടുക്കാം. എൻ്റെ കയ്യിൽ റവ ഇല്ലാത്ത കാരണമാണ് ഞാൻ അരിപ്പൊടി എടുത്തത്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പിളെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കറുകപ്പട്ടയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് കുമ്പിളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറുകപ്പട്ടയുടെ ഇല എടുക്കാൻ കാരണം ഈ അപ്പത്തിന് നല്ല മണവും രുചിയും ഒക്കെ ഉണ്ടാവും. വൈകുന്നേരങ്ങളിൽ ചായക്ക് പലഹാരമായിട്ട് വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് ഇത്. ഇത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ എല്ലാ കുമ്പിളുകളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.